ടർക്കിക്ക് മറ്റ് ടർക്കികളെ അപേക്ഷിച്ച് തൂക്കം കുറവായതുകൊണ്ട് പ്രീമിയം ഫാമിൽ നിന്ന് എപ്പോഴും പുറന്തള്ളപ്പെട്ടുകൊണ്ടിരുന്നു. ട്രാൻസ്പോർട്ട് ട്രക്ക് വന്നപ്പോൾ അതിന്റെ കൂട്ടുകാർ ഓരോരുത്തരായിട്ട് വെയിറ്റിംഗ് മെഷീനിൽ കയറി നിന്നു. എല്ലാ ടർക്കികൾക്കും ആവശ്യമായ തൂക്കമുണ്ടായിരുന്നു. ഒടുവിൽ ഈ മെലിഞ്ഞ ടർക്കി മെഷീനിൽ കയറിയപ്പോൾ അത് തൂക്കത്തിന്റെ നിലവാരത്തിൽ എത്തിയില്ല എന്ന് സ്ക്രീനിൽ തെളിഞ്ഞു. അതുകൊണ്ട് ഉടനെ തന്നെ അതിനെ അവിടെ നിന്ന് ഒഴിവാക്കി. വീണ്ടും വീണ്ടും തിരസ്കരിക്കപ്പെട്ടത് അതിനെ തളർത്തി. അത് ഭ്രാന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കണ്ണിൽ കണ്ടതെല്ലാം വിഴുങ്ങി. എന്നാൽ വീണ്ടും തൂങ്ങി നോക്കിയപ്പോഴോ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. മറ്റ് വഴികളില്ലാതെ അത് ചില പ്രത്യേക ഗ്രോത്ത് ഹോർമോണുകൾ പരീക്ഷിച്ചു. എന്നിട്ടും മെഷീനിൽ അതേ തൂക്കം തന്നെയാണ് കാണിച്ചത്. ഗതികെട്ട് അത് വലിയ അളവിൽ വെള്ളം കുടിക്കുകയും ശരീരം വീർത്ത് ഉരുണ്ടതാവുകയും ചെയ്തു. ഇത്തവണ അത് നിശ്ചയിച്ച തൂക്കത്തിൽ എത്തിയതായിട്ട് സ്ക്രീനിൽ കാണിച്ചു. പക്ഷെ സന്തോഷിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ശരീരത്തിൽ നിന്ന് വെള്ളമെല്ലാം പെട്ടെന്ന് പുറത്തുപോയി. പെട്ടെന്നാണ് ഒരു പല്ലി ഒരു പ്രാണിയെ പിടിക്കുന്നത് അത് കണ്ടത്. പിന്നീട് ഒരു താറാവ് ആ പല്ലിയെ വിഴുങ്ങി. ഇത് കണ്ട ടർക്കിക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. അത് കൊക്കുകൊണ്ട് കുറച്ച് തീറ്റയെടുത്ത് ഒരു പിടക്കോഴിയുടെ മേൽ വിതറി. താറാവ് ഉടനെ തന്നെ ആ കോഴിയെ മുഴുവനായിട്ട് വിഴുങ്ങി. ടർക്കിയും അതുപോലെ തന്നെ ചെയ്യാൻ ആഗ്രഹിച്ചു. അത് താറാവിനെ വിഴുങ്ങാൻ ശ്രമിച്ചു. പക്ഷെ അതിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അത് മറ്റൊരു പ്ലാൻ തയ്യാറാക്കി. അത് വായുവിലേക്ക് ചാടി താറാവിന്റെ മേൽ ശക്തിയായിരുന്നു. അങ്ങനെ അത് താറാവിനെ സ്വന്തം പിൻഭാഗത്തിലൂടെ ഉള്ളിലേക്ക് തള്ളിക്കയറ്റി. തുടർന്ന് അത് വീണ്ടും മെഷീനിൽ പോയി നിന്നു. ഇത്തവണ അത് യോഗ്യത നേടിയതായിട്ട് സ്ക്രീനിൽ സ്ഥിരീകരിച്ചു. ആശ്വാസത്തോടെ അത് മറ്റു ടർക്കികൾക്കൊപ്പം ട്രക്കിൽ കയറി. എന്നാൽ ട്രക്കിനുള്ളിൽ കയറിയപ്പോൾ അതിന്റെ കൂട്ടുകാരെയെല്ലാം തൂവലുകൾ നീക്കം ചെയ്ത് കെട്ടി തൂക്കിയിരിക്കുന്നത് അത് കണ്ടു. എന്തോ കുഴപ്പമുണ്ടെന്ന് അതിന് അപ്പോഴാണ് മനസ്സിലായത്. അടുത്ത ദിവസം ടർക്കിയെ ഡൈനിങ് ടേബിളിൽ വിളമ്പി. എന്നാൽ അവരത് മുറിച്ചു നോക്കിയപ്പോൾ അതിനുള്ളിൽ മുഴുവനായി ചുട്ട ഒരു താറാവിനെ അവർ കണ്ടെത്തി.